കൈക്കൂലി കൊടുത്ത് ഡാറ്റ തിരിമറി നടത്തുന്നതിനോടൊപ്പം ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകളിൽ ബാർക്ക് സ്ഥാപിച്ചിട്ടുള്ള റേറ്റിംഗ് മീറ്ററുകളുടെ സ്ഥല സൂചികയായി ആ പ്രദേശത്തിന്റെ പിൻകോഡ് നമ്പറുകൾ പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന വിവരവും 24-ന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നോക്കൂ, ഈ ബാർക്ക് മീറ്ററുകൾ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്, കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭ്യമല്ല, പുറത്ത് ലഭ്യമല്ല, ആർക്കും അത് ലഭ്യമല്ല. പക്ഷേ ഇത് ഈ പ്രേംനാഥിനെ സ്വാധീനിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഈ ബാർക്ക് മീറ്ററുകൾ ഉള്ളത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഈ ചാനൽ ഉടമ ആ വിവരങ്ങൾ കൈക്കലാക്കി. അതിനായി ഈ പ്രേംനാഥ് നൽകിയിട്ടുള്ളത് ഓരോ സ്ഥലത്തിൻ്റെയും ബാർക്ക് മീറ്ററുകൾ കേരളത്തിൽ 2000-ഓളം ബാർക്ക് മീറ്ററുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ബാർക്ക് മീറ്ററുകളിൽ കൂടുതൽ പേർ കാണുന്നതാണ്, ഈ 2000-ഓളം ബാർക്ക് മീറ്ററുകളിൽ കാണുന്നതാണ് അതിലെ ഒന്നാമത്തെ ചാനൽ. അതിൻ്റെ റേറ്റിംഗ് തുടർന്നങ്ങോട്ട് നിശ്ചയിക്കുന്നതുമൊക്കെ ആ ബാർക്ക് മീറ്ററുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഈ ബാർക്ക് മീറ്ററുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നറിയുന്നതിന് വേണ്ടി ചെയ്ത കൃത്രിമം എന്ന് പറയുന്നത് പ്രേംനാഥിനെ ഉപയോഗിച്ചുകൊണ്ട് ബാർക്ക് മീറ്ററുകൾ ഏതു സ്ഥലത്താണെന്ന് അറിയാനായി ആ സ്ഥലത്തെ പിൻകോഡ് നമ്പറുകളാണ് പ്രേംനാഥ് ഈ ചാനൽ ഉടമയ്ക്ക് കൈമാറിയത്. അങ്ങനെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് ചില തട്ടിപ്പുകൾ നടത്തുക, അവിടെ ഈ മീറ്ററുകൾ ഉള്ള വീടുകളിലെ ആൾക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും 24-ന്റെ ഓപ്പറേഷൻ സത്യയിലൂടെ വ്യക്തമായിട്ടുണ്ട്. സ്വാധീനം ചെലുത്തി അങ്ങനെ റേറ്റിംഗ് ഉയർത്തുന്നതിനുള്ള തട്ടിപ്പുകൾ നടത്തി റേറ്റിംഗ് ഉയർത്തുന്നതിനുള്ള ചില ശ്രമങ്ങളാണ് പിന്നീട് നടത്തിയത്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ പ്രേക്ഷകർക്ക് 24-ന്റെ സ്ക്രീനിൽ കാണാം. ഓപ്പറേഷൻ സത്യയിലൂടെ 24-ന്റെ പ്രത്യേക അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്ന ആ തെളിവുകൾ പ്രേക്ഷകർ കാണുക. കേവലമായി ഏതെങ്കിലും ഒരു കണക്കോ വിവരങ്ങളോ അവതരിപ്പിക്കുകയല്ല, മറിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലും പിൻബലത്തിലുമാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നിരവധി ആളുകൾ അവരുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ചാനലിൻ്റെയും ചാനൽ ഉടമയുടെയും പേര് വെളിപ്പെടുത്താത്തത് എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭയമോ അധൈര്യമോ ഒന്നും ഈ കാര്യത്തിൽ ഞങ്ങൾക്കില്ല. ഇപ്പോൾ സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ വിഷയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. നിയമപരമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കേസ് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിന്റെ പേരോ ഉടമയുടെ പേരോ ഞങ്ങൾ പറയാത്തത്. ആവശ്യമായ ഘട്ടത്തിൽ ആ കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് ഒരു മടിയുമോ അധൈര്യമോ 24-നില്ല. ഏതായാലും ഒരൊറ്റ കാര്യം ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്, പ്രേക്ഷകരെ കൂടി വഞ്ചിക്കുന്ന ഒന്നായി ടെലിവിഷൻ റേറ്റിംഗിൽ ഈ കൃത്രിമത്വം മാറിയിരുന്നു. യഥാർത്ഥ പ്രേക്ഷക പ്രീതിയും പിന്തുണയും ആർക്കാണ് എന്ന ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ്. ഏതെങ്കിലും ഒരു ചാനലിന് അത് ന്യായമായി ലഭിക്കേണ്ടതാണ് പ്രേക്ഷകരുടെ പിന്തുണ, സത്യസന്ധമായിരിക്കണം അതിലെ കണക്കുകൾ. അത് 24-നാണെങ്കിലും മറ്റേതെങ്കിലും ഒരു ചാനലിനാണെങ്കിലും പ്രേക്ഷകരുടെ പിന്തുണ ആർക്കാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുള്ളതും തട്ടിപ്പല്ലാത്തതും സുതാര്യവും സത്യസന്ധവുമായ വിവരങ്ങളാണ് നമ്മുടെ മുന്നിൽ വേണ്ടത്. ബാർക്ക് റേറ്റിംഗിന്റെ ശാസ്ത്രീയ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നേരത്തെയും നിരവധി ചാനലുകൾ ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംവാദങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അതിനെല്ലാം അപ്പുറമായി പണം കൊടുത്ത് റേറ്റിംഗ് നേടാൻ കഴിയുന്നു എന്ന വളരെ നടുക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ ഒരു ചാനൽ ഉടമയും ബാർക്കിന്റെ ജീവനക്കാരനായ പ്രേംനാഥും തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന അവർക്കിടയിൽ നടന്ന വാട്സാപ്പ് സന്ദേശങ്ങളുടെ വിവരങ്ങൾ. 2025 മെയ് 17 ചാനൽ ഉടമ, നമ്മൾ പറഞ്ഞ ഈ ചാനൽ ഉടമ രാവിലെ 6:19 ബാർക്കിന്റെ ജീവനക്കാരനായ പ്രേംനാഥിനോട് വാട്സാപ്പ് ചാറ്റിലൂടെ സ്കോർ എത്ര എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിന്റെ റേറ്റിംഗ് എത്ര എന്ന് ചോദിക്കുന്നു. സാധാരണ എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 11 മണിയോടുകൂടി വരാനുള്ളതാണ് റേറ്റിംഗ്. നമുക്ക് അപ്പോൾ മാത്രമാണ് ആ കണക്കുകൾ അറിയാൻ സാധാരണ നിലയിൽ കഴിയേണ്ടതും അങ്ങനെയാണ്. പക്ഷെ വളരെ നേരത്തെ തന്നെ ഈ ചാനൽ ഉടമ ചോദിക്കുകയാണ് ഞങ്ങളുടെ സ്കോർ എത്ര എന്ന്. അതിന് പ്രേംനാഥ് എന്ന അഴിമതിക്കാരനായ ബാർക്കിന്റെ ഉദ്യോഗസ്ഥൻ മറുപടി നൽകുന്നു, അല്പസമയത്തിന് അകം അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. 6:33 പ്രേംനാഥ് വിൽ അപ്ഡേറ്റ് എന്ന സന്ദേശം മറുപടിയായി അയക്കുന്നത്. 6:35 ചാനൽ ഉടമ അതിനെ ആ മെസ്സേജ് കണ്ടു എന്നതിന് തെളിവായി ഓക്കെ എന്ന് തിരിച്ച് മെസ്സേജ് അയക്കുന്നു. അവർക്കിടയിലുള്ള ആശയ വിനിമയം എങ്ങനെയാണ് എന്ന് ഈ 3 വാചകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. അതിനുശേഷം വൈകിട്ട് 3:10 113-നും 116-നും ഇടയ്ക്കാണ് നിങ്ങളുടെ സ്കോർ എന്ന് പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് നൽകുന്നത്. അതായത് അവരുടെ റേറ്റിംഗ് ഇത്രയാണ് എന്ന് നേരത്തെ അറിയിക്കുകയാണ്. ഈ തുടർന്ന് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃത്യമായി എന്നത് തട്ടിപ്പിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇങ്ങനെ ഇവർക്കിടയിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്നും റേറ്റിംഗ് കൃത്രിമമായി ഉണ്ടാക്കുകയും അതോടൊപ്പം 24 എന്ന ചാനലിന്റെ ജനപ്രിയതയെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി ബോധപൂർവം 4-ാം സ്ഥാനത്തേക്ക്
പിന്തള്ളാൻ വേണ്ടി പണം കൊടുക്കുകയും ചെയ്തു എന്ന വിവരം ഞങ്ങളെ അമ്പരപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും പ്രേക്ഷകരെ വഞ്ചിക്കുന്നതുമായ ഒന്നാണ്. ആ വിവരങ്ങൾ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവെക്കണം എന്നതുകൊണ്ടാണ് ഇത്രയധികം സമയം എടുത്തുകൊണ്ട് മറ്റെല്ലാ വാർത്തകൾക്കും ഉപരിയായി ഈ ടെലിവിഷൻ റേറ്റിംഗിൽ നടക്കുന്ന കൃത്രിമത്വത്തിന്റെയും കള്ളത്തരത്തിന്റെയും പണമിടപാടുകളുടെയും ഒക്കെ വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. മറ്റ് ധാരാളം വാർത്തകൾ ഈ മണിക്കൂറിൽ വരുന്നു. ആ വാർത്തകളെല്ലാം ഇതുവരെ നൽകിയതുപോലെ തന്നെ തത്സമയം 24 നൽകും. ഇനിയുള്ള മണിക്കൂറുകൾ വാർത്തകളുടേതാണ്. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് നടന്നതിൽ നമ്മളും നിങ്ങളും ഒരുപോലെ വഞ്ചിതരായിരിക്കുന്നു എന്നതുകൊണ്ടാണ് അതീവ പ്രാധാന്യത്തോടെ ഈ വിവരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് 24 എത്തിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.